ഹായ്. ഹലോ സാർ. ഹായ്. ഹലോ സർ. ഇത് കൈലാഷ്, എന്റെ മകനാ. പി കെ ആർ റെഡിമെയ്ഡിന്റെ MD കൂടിയാ. ഇത് അരവിന്ദ്, പി കെ ആർ റെഡിമെയ്ഡ്സിന്റെ മാർക്കറ്റിംഗ് CEO. ഇത് മുക്ത, പി കെ ആർ റെഡിമെയ്ഡ്സിന്റെ അഡ്മിനിസ്ട്രേഷൻ CEO. വരൂ സാർ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. താങ്ക് യു. ഇവരെ അന്വേഷിക്കാൻ ഇങ്ങോട്ടാണോ വന്നത്? പാർവതിക്ക് സംഭവിച്ച അതിക്രമം നടന്നത് ഇവിടെ വച്ചാണെന്ന് അവരെ കണ്ടുപിടിച്ചോ? ഓ, ഇനി എന്ത് ചെയ്യും? നമുക്കാദ്യം റിസപ്ഷനിൽ ചെന്ന് സംസാരിച്ച് നോക്കാം. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഇവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയില്ലേ? അവരോട് സംസാരിക്കുമ്പോ എന്തെങ്കിലും തുമ്പ് കിട്ടിയാലോ? ശരി, വാ. നീ എന്താ ഇവിടെ നോക്കിയിരിക്കുന്നത്? മീറ്റിംഗ് തുടങ്ങാറായി. അങ്കിൾ നിന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ വരാം. അരവിന്ദ് പോയിക്കോ. പെട്ടെന്ന് വരണം. പാർവതി റിസപ്ഷനിൽ സംസാരിച്ച് എന്തെങ്കിലും കണ്ടുപിടിക്കൂ. ഓ, എക്സ്ക്യൂസ് മീ സർ. യെസ്. ഇവളെന്റെ ഫ്രണ്ടാ പാർവതി. ഇവള് PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലാ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എന്താ കാര്യം? 2 മാസങ്ങൾക്ക് മുൻപ് ഇവരുടെ കമ്പനിയുടെ സിൽവർ ജൂബിലി ഫംഗ്ഷൻ ഇവിടെ വെച്ചാ നടന്നത്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഇവളിട്ടിരുന്ന ഒരു മോതിരം കളഞ്ഞുപോയി. അതെവിടെയായിരിക്കും നഷ്ടപ്പെട്ടെന്നും ആരാ എടുത്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾക്ക് അന്ന് തന്നെ പോലീസിൽ പരാതി കൊടുക്കാൻ പാടില്ലായിരുന്നോ? അന്ന് മോതിരം പോയ കാര്യം ഇവിടെ ശ്രദ്ധിച്ചില്ല. സജി, എന്താ സാർ? PKR ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിൽവർ ജൂബിലി ഫംഗ്ഷൻ നടന്നതിന് ശേഷം ഇവിടെ ജോലി ചെയ്യുന്നവരാരെങ്കിലും ഒരു മോതിരം കളഞ്ഞു കിട്ടിയതായി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല സാർ. സോറി മാഡം, സാധാരണ ഇങ്ങനെ വല്ലതും കളഞ്ഞു കിട്ടിയാ ഞങ്ങളുടെ ജോലിക്കാർ അത് അപ്പൊ തന്നെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കും. നിങ്ങൾ മോതിരം പോയ അടുത്ത ദിവസം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാമായിരുന്നു. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വന്നാ കിട്ടാനുള്ള സാധ്യത കുറവാ. ആ മോതിരം തലമുറകളായി ഇവളുടെ കുടുംബത്തിലെ സ്ത്രീകൾ കൈമാറുന്നതാ സർ. അതിന്റെ വില നമുക്ക് അളക്കാൻ പറ്റില്ല. അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ സാർ സഹായിക്കണം. ഞാൻ എങ്ങനെ സഹായിക്കാനാ മാഡം? ഒരുപാട് വൈകിപ്പോയി. ഇതിനെക്കുറിച്ച് ഇനി ആരോട് ചോദിക്കാനാ? സാർ ആരോടും ചോദിക്കണ്ട. ഈ മോതിരം പോയ സമയം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ആ സമയത്തെ ഇവിടുത്തെ CCTV ഫുട്ടേജ് ഒന്ന് കാണിച്ചാ മതി. മോതിരം എവിടെ വീണേ, ആരാ എടുത്തെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അത് ഞങ്ങൾ എന്നെ കണ്ടുപിടിച്ചോളാം. സാധാരണ ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ കമ്പനി വിളിച്ച് ക്യാമറകൾ ഓഫ് ചെയ്യാൻ പ്രത്യേകം പറയാറുണ്ട്. നിങ്ങളുടെ കമ്പനിയും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് എല്ലാ CCTVയും ഓഫ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ അന്നത്തെ CCTV ഫുട്ടേജ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ പറയരുത് സർ. എന്റെ ജീവിതം ആ വീഡിയോ കിട്ടുന്നതിനെ ആശ്രയിച്ചായിരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഇതൊന്ന് സഹായിക്കില്ലേ മാഡം? കരയില്ലേ പാറു? സാർ, ഇങ്ങനെയുള്ള ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ അകത്തെ ക്യാമറ മാത്രമേ ഓഫ് ചെയ്യൂ. പുറത്തുള്ള എല്ലാ ക്യാമറകളും ഓൺ ആയിരിക്കും. അങ്ങനെയാണോ? തനിക്ക് ഉറപ്പാണോ? ഉറപ്പാണ് സാർ. മോഷണങ്ങളൊന്നും നടക്കാതിരിക്കാൻ വേണ്ടി പുറത്തുള്ള ക്യാമറകൾ മാത്രം ഓൺ ചെയ്തിടും. അകത്തുള്ള ക്യാമറകൾ മാത്രമാണ് ക്ലയന്റിന്റെ പ്രൈവസിക്ക് വേണ്ടി ഓഫ് ചെയ്തിടുന്നത്. ആ ഫുട്ടേജെങ്കിലും ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ പ്ലീസ്? നിങ്ങൾ ശരിക്കും മോതിരം തപ്പി തന്നെയാണോ വന്നതെന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സർ, ഞങ്ങളെ കണ്ട് ഫ്രോഡ് കാണിച്ച് നടക്കുന്നവരെ പോലെ ഉണ്ടോ? ഞങ്ങൾക്ക് ഇവളുടെ മോതിരം കിട്ടിയാൽ മാത്രം മതി. കരഞ്ഞിവളുടെ അവസ്ഥ എങ്ങനെയാണെന്ന് സാറൊന്ന് നോക്ക്. ശരി, ഞാൻ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ പറയാം.
പക്ഷെ അതിന് കുറച്ച് സമയമെടുക്കും. ഞങ്ങൾ എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം സർ. സജി, താൻ പോയി ഒന്ന് ചെക്ക് ചെയ്യ്.